നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ. അങ്ങനെ നമ്മളിന്ന് കൊൽക്കട്ട വരെ വന്നിരിക്കുകയാണ്. കൊൽക്കട്ടയിലെ കുറച്ച് വീഡിയോകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ കൊൽക്കട്ട ബിർള ക്ഷേത്രത്തിലേക്ക് പോകാം. ബിർള ടെമ്പിൾ, അത് നല്ല വെള്ള മാർബിൾ കൊണ്ട് പണിഞ്ഞ ഒരു മനോഹരമായ ക്ഷേത്രമാണ്. അപ്പോൾ ആ ക്ഷേത്രത്തിലൂടെ ചുമ്മാ ഒന്ന് കയറി ഇറങ്ങി പോകാമെന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം. അത് മനോഹരമായിട്ട് തീർത്ത് നല്ല പണികളൊക്കെ ചെയ്തു വെച്ചിരിക്കുന്ന, വെള്ള മാർബിളിൽ ചെയ്തു വെച്ചിരിക്കുന്ന സൂപ്പർ ആണ് ഈ നമ്മുടെ ബിർള ക്ഷേത്രം. നമ്മുടെ ബിർള എന്ന ഒരു വ്യവസായി, ഇന്ത്യയിലെ പ്രമുഖനായ ബിർള എന്ന വ്യവസായി പണിഞ്ഞ ക്ഷേത്രമാണ് ഇത്. ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ തന്നെ 4 പ്രതിഷ്ഠകളും അതിൻ്റെ പുറത്ത് 2ഉം 4ഉം പ്രതിഷ്ഠകളുമൊക്കെ ചേർന്ന മനോഹരമായ ഒരു സ്ഥലം തന്നെയാണ് നമ്മുടെ ബിർള ക്ഷേത്രം. അത്ര മനോഹരമായിട്ട് ഇതിനെ ഉപകരിക്കുകയും ഉപയോഗിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് നോക്കുമ്പോൾ തന്നെ അതിൻ്റെ ആർക്കിടെക്ചർ അത്ര മനോഹരമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. വിഷ്ണു, രാമൻ, കൃഷ്ണൻ, ഇത്രയും പേരാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠകൾ. അതിനോടൊപ്പം ചെറിയ വേറെ പ്രതിഷ്ഠകൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഒരുപാട് ആളുകൾ രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും ഒക്കെ ഇവിടെ വന്ന് തൊഴുതാറുണ്ട്. തൊഴുത് അവരുടെ അനുഗ്രഹമൊക്കെ വാങ്ങിപ്പോകാറുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെ ഒരുപാട് പേരിവിടെ വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ ഇവിടെ വന്ന് ഈ ഒരു പ്രതിഷ്ഠ എന്താണെന്നും, രാധാകൃഷ്ണ ടെമ്പിൾ, ഇതിൻ്റെ പേര് രാധാകൃഷ്ണ ടെമ്പിൾ എന്നുള്ളതാണ്. അങ്ങനെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ചെറിയ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ, വലിയ കാര്യങ്ങളൊന്നുമില്ല. ഇതുണ്ടാക്കിയ ആൾ ഇദ്ദേഹമാണ്, ബിർള. അദ്ദേഹത്തിൻ്റെ ഇദ്ദേഹമാണ് അമ്മയുടെ ഓർമ്മയ്ക്ക് വേണ്ടി പണിഞ്ഞതാണ്. അത്ര മനോഹരമായി സുന്ദരമായി ചെയ്തു വച്ചിരിക്കുന്ന, ഒരു താജ്മഹലൊക്കെ പോലെ പണിഞ്ഞു വച്ചിരിക്കുന്ന ഒരു മനോഹരമായ ക്ഷേത്രം. കണ്ടു കഴിഞ്ഞാൽ അത്ര സുന്ദരമായിരിക്കുന്നു. ഒരുപാട് ആളുകളുടെ വിയർപ്പിൻ്റെയും ബിർളയുടെ കാശിൻ്റെയും ഒക്കെ ഒരു സമ്മിശ്രമായ ഒരു കാര്യമാണ് ഇവിടെ. ഒരുപാട് ചെറിയ ഉപദൈവങ്ങൾ, ഉപപ്രതിഷ്ഠകളൊക്കെ ഈ ക്ഷേത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഈ ക്ഷേത്രത്തിൽ എപ്പോഴും പൂജയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആളുകൾ വരുന്നു, പൂജ ചെയ്യുന്നു, പോകുന്നു, ആളുകൾ അത് കാണുന്നു. എല്ലാം മനോഹരമാണ്. 4 കോണിലും ഓരോരോ ചെറിയ ടെമ്പിളുകളുണ്ട്. വെളിയിൽ നിന്ന് നോക്കിയാൽ ഈ ടെമ്പിൾ ഇങ്ങനെ ഇരിക്കുന്നു. അത്ര മനോഹരമായ ടെമ്പിളാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വിശേഷമായി ഞാൻ വീണ്ടും വരും. സീ യു അഗെയിൻ. ബൈ ബൈ.